ഹായ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഗെറ്റ് മീ എന്ന് പറയുന്ന യൂസേജ് ആണ്. നമ്മുടെ പാർട്ട് 11 ആണ്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ക്ലാസ്സുകളോ ഗ്രൂപ്പ് ക്ലാസ്സുകളോ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഫ്രീ മെറ്റീരിയൽ കിട്ടാനായിട്ടും ഈ നമ്പറിൽ നിങ്ങളൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഗെറ്റ് മീ എന്ന് പറയുന്ന യൂസേജ് ആണ്. ഗെറ്റ് മീ എന്ന് പറഞ്ഞാൽ എനിക്ക് തരൂ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ പ്രത്യേകിച്ച് അവിടെ വലിയ പൊളൈറ്റ്നസ് ഒന്നും കെൻ ഐ ഹാവ് എ മൊബൈൽ ഫോൺ, കെൻ ഐ ഹാവ് യു മൊബൈൽ ഫോൺ എന്നൊന്നും പറയുന്നില്ല. അവിടെ കെൻ ഐ ഹാവ് എന്നൊക്കെ പറയുന്ന സമയത്ത് കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് പറയുന്നതാണ്, കുറച്ചൊരു ഭവ്യതയോടുകൂടി പറയുന്നതാണ്. പക്ഷെ ഇവിടെ ഭവ്യതയൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് പറയണ്ട, ആ മൊബൈൽ തന്നെടാ എന്നൊക്കെ പറയില്ലേ, എടാ മൊബൈൽ തന്നെ, ഗെറ്റ് മീ എ മൊബൈൽ ഫോൺ, നിന്റെ മൊബൈൽ തന്നെ, ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. സോ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഗെറ്റ് മീ അത് പറയാൻ പാടില്ല. ബിക്കോസ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മുടെ റിലേറ്റീവ്സിനോട്, നമ്മുടെ അടുത്ത റിലേറ്റീവ്സിനോടൊക്കെ നമുക്ക് എന്ത് പറയാം, ഈ ഗെറ്റ് മീ എനിക്ക് തന്നെ എന്നുള്ള രീതിയിൽ പറയാം. ഇവിടെ പൊളൈറ്റ്നെസ് ഒട്ടും തന്നെ ഇല്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട്, ഒരു ഹോട്ടലിലൊക്കെ പോയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഐ വുഡ് ലൈക്ക് സം വാട്ടർ എന്ന് പറയാം. എനിക്ക് കുറച്ച് വെള്ളം വേണം, ഐ വുഡ് ലൈക്ക് സം വാട്ടർ. ഓക്കെ, കെൻ ഐ ഹാവ് സം വാട്ടർ എന്ന് ചോദിക്കാം. ഡോണ്ട് സേ ഗെറ്റ് മീ സം വാട്ടർ, ഇറ്റ്സ് എ റൂഡ് വേ ഓഫ് സേയിങ്. അങ്ങനെ പറയരുത്, ഗെറ്റ് മീ പറയരുത്. ഗെറ്റ് മീ എവിടെ യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് എടാ ഫോൺ തന്നടാ, എടാ പെൻ തന്നടാ, എടാ നിന്റെ 2 പേനുണ്ട്, ഒരു പേൻ തന്നെ എന്നൊക്കെ പറയില്ലേ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഗെറ്റ് മീ യൂസ് ചെയ്യും. ഗെറ്റ് മീ എ പെൻ, എടാ ഒരു പേൻ തന്നെ, ഗെറ്റ് മീ എ പെൻ. ഗെറ്റ് മീ ഗ്ലാസ് ഓഫ് വാട്ടർ, മനസ്സിലായി, ഗെറ്റ് മീ ഗ്ലാസ് ഓഫ് വാട്ടർ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നെ. അത് പൊളൈറ്റ്നെസ് തീരെയില്ല. നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ്, ഹോട്ടലിൽ പോയിട്ടാണ് പറയുന്നതെങ്കിൽ എന്ത് പറയണം, ഐ വുഡ് ലൈക്ക് സം വാട്ടർ, ഐ വുഡ് ലൈക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ, ഓ കെൻ ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്നൊക്കെ പറയാം. നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഗെറ്റ് മീ മനസ്സിലായോ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, അപ്പൊ നമുക്ക് എക്സാമ്പിളുകൾ, ഗെറ്റ് മീ എ ബുക്ക്, എനിക്കൊരു ബുക്ക് തന്നെ, ഗെറ്റ് മീ എ ബുക്ക്. എനിക്കൊരു പെൻസിൽ തന്നെ, ഗെറ്റ് മീ എ പെൻസിൽ. ഗെറ്റ് മീ എ ഫ്ലവർ, എനിക്കൊരു ഫ്ലവർ തന്നെ, ഗെറ്റ് മീ എ ഫ്ലവർ. ഓക്കെ, ഗെറ്റ് മീ എ ചെയർ, എനിക്കൊരു ചെയർ തന്നെ, മനസ്സിലായോ, ഗെറ്റ് മീ എ ചെയർ. ഗെറ്റ് മീ യുവർ അംബ്രല്ല, എനിക്ക് നിന്റെ കുട തന്നെ, ഗെറ്റ് മീ യുവർ അംബ്രല്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പൊളൈറ്റ്നെസ് ഒട്ടും തന്നെ ഇല്ലാതെ എനിക്ക് തരൂ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, ഗെറ്റ് മീ യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനാണ് ഗെറ്റ് മീ യൂസ് ചെയ്യുന്നത്. അല്ലാത്തപ്പോൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, ഐ വുഡ് ലൈക്ക്, എനിക്ക് വേണം. ഇവിടെ എനിക്ക് താല്പര്യമുണ്ട്, താല്പര്യപ്പെടുന്നു എന്നൊന്നും അർത്ഥം വരുന്നില്ല കേട്ടോ. ഐ വുഡ് ലൈക്ക് പറഞ്ഞാൽ എനിക്ക് വേണം എന്നാണ് അർത്ഥം വരുന്നത്, ഐ നീഡ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അല്ലെങ്കിൽ പറയാം, കെൻ ഐ ഹാവ്, എനിക്ക് തരുമോ, കെൻ ഐ ഹാവ് സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം തരുമോ, ഐ വുഡ് ലൈക്ക് സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം വേണം. അതിനേക്കാൾ കുറച്ചും കൂടിയും വലിയ പൊളൈറ്റ്നെസ് ഇല്ലാതെ കാഷ്വൽ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഗെറ്റ് മീ എന്ന് പറയുന്ന യൂസേജ്. മനസ്സിലായല്ലോ? ഗെറ്റ് മീ എ ക്യാബ്. ഓക്കെ, ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളുകളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന്, സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത മൊഡ്യൂളുമായിട്ട് കാണാം. താങ്ക് യു.